രജീഷ്, ഈ ED ഒരു വശത്ത് കൃത്യമായി തന്നെ അന്വേഷണം കടുപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് മുന്നിൽ എത്തുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വീണ തൈക്കണ്ടിയിൽ, അതായത് മാസപ്പടിയിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയ, അവർക്കെതിരെ അവരുടെ മൊഴി ഒന്നും തന്നെ തൃപ്തികരമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അന്വേഷണം കടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രണ്ട് ചുരുക്കപ്പേരുകൾ, KK എന്ന PK കുഞ്ഞാലിക്കുട്ടി, RC എന്ന രമേശ് ചെന്നിത്തല, രണ്ടുപേരും ഇന്ന് ശക്തരാണ്. മന്ത്രിസഭയിലെ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF കൂടി കുരുക്കിക്കൊണ്ടുള്ള അന്വേഷണം വരികയാണ്. മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ജിജീഷ്. ശ്യാം, ഇക്കാര്യത്തിൽ UDF നേതാക്കളിലേക്ക് കൂടി നീളുന്ന ഈ ഒരു ചുരുക്കപ്പേരുകാരൻ നേരത്തെ തന്നെ പലതവണ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുത്തുന്നാൽ അതിനുമപ്പുറം അന്വേഷണ സംഘങ്ങളെല്ലാം സുപ്രധാനമായ തെളിവുകൾ ശേഖരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ഈ ചുരുക്കപ്പേരുകളുള്ള ഡയറിയുടെ പകർപ്പുകൾ അന്വേഷണ സംഘത്തിന്, അത് SFIOയ്ക്കാണെങ്കിലും ഒപ്പം തന്നെ നേരത്തെ ആദായ നികുതി വകുപ്പിനാണെങ്കിലും ഒപ്പം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ തുടർ നടപടി എന്ന് പറയുന്നത് ഈ ചുരുക്കപ്പേരുകളിൽ ശശിധരൻ കർത്തയിൽ നിന്ന് പണം വാങ്ങിയ, കോഴ വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം എത്തുന്ന ആളാണ്. അവരിൽ പലരും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതുപോലെ ഉന്നതരാണ്, മന്ത്രിസഭയിലടക്കം കയറി പറ്റിയ ആളുകളാണ്. സ്വാഭാവികമായും അന്വേഷണം സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ അത് കാര്യക്ഷമമാകുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ ആ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അടക്കമായിരിക്കും ഇനി അന്വേഷണ സംഘം പ്രധാനമായും കടക്കുക. ഈ ആളുകളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം പല തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ പലതും അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആളുകൾക്കെല്ലാം തന്നെ കോഴ പണം നൽകിയിരിക്കുന്നത് ആ പണം മറ്റ് വരവ് ചെലവ് കണക്കുകളിൽ മാറ്റിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് മാലിന്യ നീക്കമടക്കം പല കാരണങ്ങൾക്കുള്ള പണം മാറ്റി വകയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണമെല്ലാം തന്നെ നീക്കിയിരിക്കുന്നത്. അങ്ങനെ 130 കോടിയിലധികം രൂപ വകയിരുത്തി മാറ്റിവെച്ചുകൊണ്ട് ആ പണം രാഷ്ട്രീയ നേതാക്കൾക്കുള്ള കോഴപ്പണമായി, പ്രത്യേകിച്ച് കരിമണൽ ഖനന വിവാദ കമ്പനിയായ CMRLനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാക്കളുടെ, രാഷ്ട്രീയ പ്രമുഖരുടെ എല്ലാം തന്നെ ഒരു പിന്തുണ ആവശ്യമായിരുന്നു പല ഘട്ടത്തിലും അതിന് പ്രവർത്തിച്ചു പോകുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സഹായങ്ങൾ നൽകുന്ന ആളുകൾക്ക്, നേതാക്കൾക്കെല്ലാം തന്നെ കൈയഴച്ച് സഹായം നൽകുന്ന ഒരു രീതിയായിരുന്നു ശശിധരൻ കർത്ത തുടർന്നു പോവുകയും ചെയ്യുന്നത്.